ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയാണെങ്കിൽ മനുവിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ അലീനെ ആയിരിക്കും കേട്ടോ കാണുക. നിക്കടി അവിടെ, മനുവല്ല ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. വേലക്കാരിയായി വന്നവൾ ഈ വീട്ടിലെ വീട്ടുകാരിയാവാൻ നോക്കുന്നോടി കള്ളി എന്നങ്ങ് പറയുന്നതും നമ്മുടെ അലീന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്ക് വീട്ടുകാരിയും ആവണ്ട, ഇവിടുത്തെ വേലക്കാരിയും ആവണ്ട മാഡം. ഇന്ന് ഇരുട്ടിയതുകൊണ്ട് നിന്നെ ഇവിടുന്ന് പുറത്തിറക്കി വിടുന്നില്ല. നാളെ നേരം വെളുക്കുമ്പോൾ നിന്റെ മുഖം ഈ വീട്ടിൽ കാണരുത് എന്ന് പറയുമ്പോൾ അലീന ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് കേട്ടോ. നീ എന്നോടാ കളിക്കുന്നത് ഈ വൈജയന്തിയോട്? ഞാൻ എത്ര കണ്ടിരിക്കുന്നു, നിനക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം അറിയാം മാഡം എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജയന്തി അങ്ങ് ഞെട്ടാണ് കേട്ടോ. നിനക്ക് എന്താ അറിയാം? എല്ലാം അറിയാം മാഡം എന്ന് പറയുമ്പോഴൊക്കെ ഇങ്ങനെ ഒന്ന് തരിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വൈജയന്തി. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അറിയാവുന്നതൊക്കെ നിന്റെ മനസ്സിലങ്ങ് വെച്ചാൽ മതി. ഒരുപാട് വേലക്കാരികളെ കണ്ടവളാ ഈ ഞാൻ. എന്റെ കുടുംബത്തിൽ കയറി എന്റെ ഭർത്താവിനെ കൂട്ടുപിടിച്ച് എനിക്കെതിരെ യുദ്ധം ചെയ്യുന്നോടി എന്ന് ചോദിക്കുമ്പോൾ, യുദ്ധം ചെയ്യുന്നത് ഞാനല്ല മാഡം എന്ന് പറയാൻ കേട്ടോ അലീന. നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ നിന്റെ മുഖം ഈ വീട്ടിൽ കണ്ടുപോകരുത്. നിനക്ക് തരാനുള്ളതും അതിനിരട്ടിയും ബാലചന്ദ്രൻ നിന്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നീ കൂടുതൽ കണക്കൊന്നും പറയണ്ട, കിട്ടിയതും കൊണ്ട് പോവാൻ വേണ്ടി നോക്ക് എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ അലീനയുടെ ചങ്കിലാണ് കേട്ടോ കൊള്ളുന്നത്. അത് കേൾക്കുന്ന മുറയ്ക്ക് നമ്മുടെ അലീന പറയും, കണക്ക് പറഞ്ഞാലേ എന്റെ കണക്ക് തീർക്കാൻ മാഡത്തിന് ഈ ജന്മം പോരാതെ വരും. അതുകൊണ്ട് എനിക്ക് ആ പണം വേണ്ട, ആ പൈസ ഞാൻ അങ്ങ് തിരിച്ചു തന്നിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തിരിഞ്ഞു നടക്കുവാണേ. അപ്പോഴേക്കും വേണ്ട, അത് നിന്റെ അടുത്ത് തന്നെ വെച്ചോ, ആ പൈസ ഇനി ഇവിടെ വേണ്ട, കുടുംബം കളിക്കാതിന്റെ പാരിതോഷികമായിട്ട് നീ തന്നെ വെച്ചോ എന്ന് പറയട്ടെ വൈജയന്തി. അപ്പോൾ അലീന അങ്ങ് അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, ഞാനല്ല നിങ്ങളുടെ കുടുംബം കളിക്കിയത്, അത് കലങ്ങി തന്നെ ഇരിക്കാം, ഇനി കലങ്ങിക്കൊണ്ടേ ഇരിക്കും. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് നീരും നെറിയും ഇല്ലാത്തത് തന്നെ. അപ്പോഴേക്കും വൈജയന്തിക്ക് അത് കൊള്ളുന്നുണ്ട്. നിർത്തടി, നീ എന്നോട് കുരയ്ക്കുന്നു, വായ അടയ്ക്കടി. എന്റെ വായ അടപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ട, സ്വന്തം വായ അടച്ചങ്ങ് വെച്ചാ മതി. പറയാനുള്ളത് മുഴുവൻ ഈ അലീന ഇവിടുന്ന് പറഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ അലീന. നിങ്ങൾക്ക് ഞാൻ ചെറുപ്പായത് കുറ്റം, നിങ്ങളുടെ അച്ഛൻ എന്നെ ഇവിടെ കൊണ്ടുവന്നത് കുറ്റം, മനുവേട്ട ഇവിടെ കൊണ്ടുവന്ന് എന്നെ ജോലിക്കാരിയാക്കിയത് കുറ്റം, നിങ്ങളുടെ മകൻ പൈസ മോഷ്ടിച്ച് എന്റെ പേരിൽ ആരോപിച്ചപ്പോൾ അത് ഞാൻ എടുത്തതാന്നുള്ള കുറ്റം, നിങ്ങളുടെ അമ്മയെ ഞാൻ സുഖപ്പെടുത്തുന്നത് കുറ്റം, നിങ്ങളുടെ ആങ്ങളയുടെ നിങ്ങളുടെ മോനും കൂടി എന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചത് എന്റെ കുറ്റം, നിങ്ങളുടെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി മദ്യപിച്ചത് എന്റെ കുറ്റം, അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നത് എന്റെ കുറ്റം, അദ്ദേഹത്തിന് CPR കൊടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്റെ കുറ്റം. ഞാൻ ഇതൊക്കെ പറയണമെന്ന് വിചാരിച്ചതല്ല, നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാ എന്ന് പറയുമ്പോൾ വൈജയന്തി ആകെ ഷോക്കടിച്ച് നിൽക്കുവാണ് കേട്ടോ. ഇത്രയും ഞാൻ പറഞ്ഞില്ലേ, ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ നന്നാവാതെ ഈ കുടുംബം നന്നാവില്ല മാഡം എന്ന് പറഞ്ഞ് അങ്ങ് പോവാൻ കേട്ടോ അലീന. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.